ബിഗ് ബോസ് കൊടുത്ത ചെരുപ്പ് കമ്പനി എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ റൗണ്ടും കഴിഞ്ഞു. ഈ ടാസ്കിൽ 3 റൗണ്ട്സ് ഉണ്ട്. അതിൽ 2 റൗണ്ട് ജയിച്ചാലേ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന പവേഴ്സ് നഷ്ടപ്പെടാതെ കൈവയ്ക്കാൻ പറ്റും. അങ്ങനെ ടാസ്ക് തുടങ്ങുകയാണ്. 50 ചെരുപ്പ് ഇവരുണ്ടാക്കണം. അപ്പോൾ അക്ബറുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക് എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കുക. അതായത് ഈ 50 ചെരുപ്പ് ഉണ്ടാക്കുന്നത് തടയുക. കാരണം നൂറ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, ഈ 50 ചെരുപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തനിക്ക് കിട്ടിയ പവേഴ്സ് എല്ലാം നഷ്ടമാകുമെന്ന്. ഇന്നലത്തെ റൗണ്ട് കഴിയുമ്പോൾ അക്ബറിന് ഒരു കോയിനും കൊടുക്കുന്നില്ല ഡിസ്റെസ്പെക്ട് ചെയ്തൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് അക്ബർ പറയുന്നത് ഇന്നലെ തൊഴിലാളിക്ക് വേതനം കൊടുത്തിട്ടില്ല, അത് കാരണം ഇന്ന് സമരമാണ്, ഇന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. അപ്പം ഒനിയിലും അക്ബറും അഭിലാഷും ഒറ്റൊരു ടീമായി. പിന്നെ അക്ബർ ഓരോരുത്തരെയും അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ലക്ഷ്മിയും മസ്താനിയും ഇവരുടെ സൈഡിലേക്ക് വരും. ലക്ഷ്മി ആദ്യം പറയും എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഗോൾഡ് കോയിൻസ് തന്നാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ലക്ഷ്മി കാല് മാറി അവരുടെ സൈഡിലേക്ക് പോകുന്നു, മസ്താനിയും അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ഗോൾഡ് കോയിൻസ് കൈവശപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ അത് തിരികെ കൊടുത്ത് അവർ അക്ബറുടെ സൈഡിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ നൂറയുടെ കൂടെ ജോലിയെടുക്കാൻ പിന്നെ ഇരിക്കുന്നത് അസിസ്റ്റൻ്റായ ജിഷിനും പിന്നെ ആദിലയും പിന്നെ ബിന്നി. അങ്ങനെ നീണ്ടു ടാസ്ക് അവസാനിക്കുന്നു. 25 ചെരുപ്പ് അവർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിനിടയ്ക്ക് ഒനിയലിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ എല്ലാ ബ്ലാക്ക് പോയിന്റ്സും അവർ വാങ്ങിച്ചിട്ട് അത് അനുവിന് കൊടുക്കാമെന്ന്. അങ്ങനെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു കിട്ടിയ ബ്ലാക്ക് പോയിന്റ്സ് കൈമാറാൻ പാടില്ല, പിന്നെ അത് സർക്കസുകാർക്കും മൃഗങ്ങൾക്കും കൊടുക്കാൻ സാധിക്കില്ല എന്ന്. അതോടുകൂടി ഒനിയലിൻ്റെ ഐഡിയ ചീറ്റി. നൂറ അക്ബറിന് ഒരു ബ്ലാക്ക് പോയിന്റും അഭിലാഷിന് 2 ബ്ലാക്ക് പോയിന്റ്സും കൊടുക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇതിൻ്റെ ലൂപ്പ് ഹോൾ മനസ്സിലാക്കിയിട്ട് തന്നെ അക്ബർ കളിച്ചു. ഇടയ്ക്കൊന്ന് അഗ്രസീവ് ആവുന്നതൊഴിച്ച് നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്തിരുന്നു.